അങ്ങനെ ആരും ഇവിടെ സൂപ്പർ പവർ ആകുന്നുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം ഈ സൂപ്പർ പവർ എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പിണറായി വിജയൻ്റെ മുഖമാണ്. അദ്ദേഹം ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് ഈ കേരളം മുഴുവൻ തൻ്റെ മുഖം മാത്രം വെച്ചൊരു പ്രചരണം നടത്തിയതിൻ്റെ വലിയ പതനമാണ് CPM ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഏകാധിപത്യ പ്രവണതയാണ്. അത് കോൺഗ്രസ്സിലില്ല. കോൺഗ്രസ്സിന് അങ്ങനെ ഒരു സംസ്കാരമില്ല. കോൺഗ്രസ്സിന് അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് കൂടിയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ. കോൺഗ്രസ് ഇത്രയും വലിയൊരു ഭൂരിപക്ഷത്തിൽ ജയിച്ചു വരാൻ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം ഉണ്ടായി, എല്ലാവരെയും ഒരുമിച്ച് നിർത്തി എന്നുള്ളത് കൊണ്ടാണ് ഈ വലിയൊരു വിജയമുണ്ടായിരിക്കുന്നത്. അത് എല്ലാവർക്കും ഒരു പാഠം കൂടിയാണ്. പിണറായി വിജയൻ്റെ സമീപനം ഒരിക്കലും എടുക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവർക്കും ഒരു പാഠമാണ്. പിണറായി വിജയൻ എടുത്തുപോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്ന് അത് എല്ലാവരും ഉൾക്കൊണ്ട് തന്നെ ഈ പുതിയൊരു ഭരണമൊക്കെ കിട്ടുമ്പോൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ പതനം എല്ലാ ഭരണകൂടങ്ങൾക്കും എന്നാണ് ഞാൻ പറയുന്നത്. ഇന്ത്യ മുഴുവനുള്ള മുഴുവൻ ഭരണകൂടങ്ങൾക്കും എല്ലാവർക്കും, അതായത് ഭരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഈ ഒരു പതനം വലിയ പാഠമായിരിക്കണം. ഏകാധിപത്യ പ്രവണത ഒരിക്കലും നല്ലതല്ല. ഇതേപോലെ അഭിപ്രായം പറയണം. കോൺഗ്രസിൽ പറയുന്നത് പോലെ അഭിപ്രായം പറയണം. അവസാനം ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തുന്ന ഒരു ഡെമോക്രാറ്റിക് രീതിയാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതാണ് മുഖ്യമന്ത്രി ചർച്ചകൾ സംബന്ധിച്ച് ദീപ്തി മേരി വർഗീസ് വിശദീകരിക്കുന്ന. റേസിൽ നേതാക്കളുണ്ട്, പക്ഷേ അന്തിമ തീരുമാനം AICCയും ഹൈക്കമാൻഡും എടുക്കുമെന്നാണ് അവർ വ്യക്തമാക്കുന്നത്. CP വിജേഷിനൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.